റാഗി കൊണ്ട് നമുക്ക് നല്ലൊരു അടിപൊളി ഇൻസ്റ്റൻറ്റ് ഇഡ്ഡലി ഉണ്ടാക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ എടുക്കുക, അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിച്ച് അതിൽ കുറച്ച് ജീരകവും കുറച്ച് ഇഞ്ചിയും പച്ചമുളകും പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പരിപ്പോ ഉഴുന്നോ എന്താണെന്ന് വെച്ചാൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം റാഗിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഒരു അര ഗ്ലാസ് എടുത്തിട്ടുള്ളൂ, എനിക്ക് മാത്രമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് നന്നായിട്ട് വറുത്ത് ചൂടാറിയതിന് ശേഷം അതിലേക്ക് തൈര് ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മുടെ ഇഡ്ഡലി ബാറ്റർ ഉണ്ടല്ലോ, ദോശ ബാറ്ററിൻ്റെ കാട്ടി കുറച്ചുകൂടെ തിക്കായിരിക്കുമല്ലോ, അപ്പോൾ വെള്ളം കുറച്ച് മാക്സിമം ആ ഒരു കൺസിസ്റ്റൻസിയിൽ കുഴച്ചെടുക്കുക. അതിലേക്ക് ഉപ്പും പിന്നെ ഒരു നുള്ള് നമ്മുടെ ബേക്കിംഗ് സോഡാപ്പൊടി എന്ന് പറയും, അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇഡ്ഡലി പുഴുങ്ങിയെടുക്കുന്ന പോലെ തന്നെ ആവിയിൽ വേവിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ്, കാണാൻ നല്ല ഒരു ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല ചോക്ലേറ്റ് കേക്കിൻ്റെ ഒരു ലുക്കൊക്കെ വരും കേട്ടോ. ആക്ച്വലി ആ ടേസ്റ്റ് അല്ല, പക്ഷെ സംഭവം നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൽ ഇഞ്ചിയും പച്ചമുളകൊക്കെ ചേർത്ത്